Hi everyone, welcome to my channel Civil Tips and Tricks for Civil Engineers. In this video, Kerala Water Authority exams, lecture grade 1 exams, നല്ല യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇത് ഞാൻ ചോദിക്കാൻ മറന്നുപോയി കേട്ടോ. ഓക്കെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ നോക്കുക. വിഷു ഒക്കെ കഴിഞ്ഞല്ലോ, അപ്പം നമ്മൾ പഠിത്തത്തിൽ ഇത്തിരി സീരിയസ് ആയിട്ട് നോക്കണം. ഇനി ആ കൂടെ 2 ആഴ്ചയേ ഉള്ളൂ, 3 ആഴ്ചയേ ഉള്ളൂ എക്സാംസിന്, 3 ആഴ്ച പോലും ഇല്ല. അതുകൊണ്ട് കുറച്ച് സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങണം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ക്വസ്റ്റ്യൻസ്, നമ്മുടെ എക്സാംസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സാംസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് 9 കണ്ടു. ഇന്ന് നമ്മൾ അതേ തന്നെ വേറെ ചാപ്റ്ററിൽ നിന്ന് നോക്കാം. ഓക്കെ, റെഫ്രിജറേഷനും ഗ്യാസിനെയും പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, റെഫ്രിജറേഷൻ, അതിൽ നിന്ന് വന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1 ton ഓഫ് റെഫ്രിജറേഷൻ ഈസ് ഈക്വൽ ടു എ വന്നിട്ട് 1 kW, ബി വന്നിട്ട് 2 kW, സി വന്നിട്ട് 3 kW, ഡി വന്നിട്ട് 3.5 kW. ഇപ്പൊ തന്നെ കമന്റ് സെക്ഷനിൽ ആൻസർ ഇടുക. ഓക്കെ, ആൻസർ വന്നിട്ട് 3.5 kW ആണ്. ഓക്കെ, ഇതിലോട്ട് പോവാം. The ratio of mass of water vapor and dry mass of dry air in a mixture of air and water vapor is called A വന്നിട്ട് relative humidity, B വന്നിട്ട് specific humidity, C വന്നിട്ട് dryness fraction, D വന്നിട്ട് none. ആൻസർ വന്നിട്ട് ഇപ്പൊ തന്നെ കമന്റ് സെക്ഷനിൽ ഇടുക. ആൻസർ വന്നിട്ട് ബി ആണ്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്, ഇൻ എ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിൾ ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് റെഫ്രിജറന്റ് എൻട്രിങ് ഇൻ ടു ദ കണ്ടൻസർ ഈസ്. എ വന്നിട്ട് ലോ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ലിക്വിഡ്, ബി വന്നിട്ട് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ലിക്വിഡ്, സി വന്നിട്ട് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ വേപ്പർ, ഡി വന്നിട്ട് ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ വേപ്പർ. ആൻസർ ഇപ്പൊ തന്നെ വന്നിട്ട് കമന്റ് സെക്ഷനിൽ ഇടുക. ആൻസർ വന്നിട്ട് സി ആണ്, ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ വേപ്പർ. ഓക്കെ, അടുത്തത് വന്നിട്ട് COP ഓഫ് എ ഹീറ്റ് പമ്പ് ഈസ് റെപ്രസെന്റഡ് ആസ് X and COP ഓഫ് refrigerator is represented by Y. Which of the following statement is always true? A വന്നിട്ട് X is equal to Y, B വന്നിട്ട് X is greater than Y, C വന്നിട്ട് X, D വന്നിട്ട് none. ആൻസർ വന്നിട്ട് ഇപ്പൊ തന്നെ കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ബി ആണ് ആൻസർ. X വന്നിട്ട് Y-നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വന്നിട്ട്, an ideal refrigerant should not possess. A വന്നിട്ട് high latent heat, B വന്നിട്ട് low latent heat, C വന്നിട്ട് low specific volume, D വന്നിട്ട് high critical temperature. ആൻസർ ഇപ്പൊ തന്നെ കമന്റ് സെക്ഷനിൽ ഇടുക. അറിയാവുന്ന ആൻസർ ഇട്ടാൽ മതി. ഓക്കെ, തെറ്റാണെങ്കിലും കുഴപ്പമില്ല. ആൻസർ വന്നിട്ട് ബി ആണ്, ലോ ലേറ്റന്റ് ഹീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്, ദ റെഫ്രിജറന്റ് ഇൻ എ റെഫ്രിജറേഷൻ സിസ്റ്റം വിൽ ബി അറ്റ് ഇറ്റ്സ് ഹയസ്റ്റ് ടെമ്പറേച്ചർ. എ വന്നിട്ട് ബിറ്റ്വീൻ കംപ്രസർ ആൻഡ് കണ്ടൻസർ, ബി വന്നിട്ട് അറ്റ് കണ്ടൻസർ, സി വന്നിട്ട് ബിറ്റ്വീൻ ഇവാപറേറ്റർ ആൻഡ് കംപ്രസർ, ഡി വന്നിട്ട് അറ്റ് ഇവാപറേറ്റർ. ആൻസർ വന്നിട്ട് ഇപ്പൊ തന്നെ കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ആൻസർ വന്നിട്ട് എ ആണ്, ബിറ്റ്വീൻ കംപ്രസർ ആൻഡ് കണ്ടൻസർ. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട്, മിക്സ്ചർ ഓഫ് വാട്ടർ വേപ്പർ ആൻഡ് എയർ ഇസ് കോൾഡ്. എ വന്നിട്ട് സ്റ്റീം, ബി വന്നിട്ട് മോയ്സ്ചർ, സി വന്നിട്ട് പ്യുവർ എയർ, ഡി വന്നിട്ട് ഡ്രൈ എയർ. ആൻസർ വന്നിട്ട് വേഗം കമന്റ് സെക്ഷനിൽ ഇടണം.
ഓക്കെ, ആൻസർ വന്നിട്ട് മോയ്സ്ചർ ആണ്. ഓക്കെ, സ്റ്റീം വന്നിട്ട് ഫുൾ വാട്ടർ വേപ്പർ ആയിരിക്കും. ഓക്കെ, ഡ്രൈ എയറിൽ വാട്ടർ വേപ്പർ കാണത്തില്ല, ഒട്ടും വാട്ടർ വേപ്പർ കാണത്തില്ല, ഫുൾ വന്നിട്ട് ഡ്രൈ എയർ ആയിട്ട് ഇരിക്കും. ഓക്കെ, പ്യൂർ എയറിൽ കുറച്ച് വാട്ടർ വേപ്പർ കാണും. മോയ്സ്ചറിൽ വന്നിട്ട് വാട്ടർ വേപ്പറും എയറും വന്നിട്ട് ഈക്വൽ പ്രൊപ്പോർഷനിൽ കാണും. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ബ്രൈൻ സൊല്യൂഷൻ ഈസ് എ പ്രൈമറി റെഫ്രിജറന്റ്, ബി വന്നിട്ട് സെക്കൻഡറി റെഫ്രിജറന്റ്, സി വന്നിട്ട് ഹൈലി ടോക്സിക്, ഡി വന്നിട്ട് മെയ്ഡ് ഇൻ ഡീസൽ. ആൻസർ വന്നിട്ട് വേഗം കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ആൻസർ വന്നിട്ട് ഡി ആണ്, സെക്കൻഡറി റെഫ്രിജറന്റ് ആണ് ബ്രെയിൻ സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് എക്സ്പാൻസിയോ വാൽവ് ഈസ് ലൊക്കേറ്റഡ്. എ വന്നിട്ട് ആഫ്റ്റർ ഡ്രയർ, ബി വന്നിട്ട് ആഫ്റ്റർ ഇവാപ്പറേറ്റർ, സി വന്നിട്ട് ബിഫോർ ഇവാപ്പറേറ്റർ, ഡി വന്നിട്ട് ബിഫോർ കണ്ടൻസർ. ആൻസർ വന്നിട്ട് വേഗം കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ആൻസർ നമുക്ക് പറയാം. ബിഫോർ ഇവാപ്പറേറ്ററിന് മുമ്പാണ് എക്സ്പാൻസിയോ വാൽവ് ഉള്ളത്. ഓക്കെ, അടുത്തത് വന്നിട്ട് COP ഈസ് എ വന്നിട്ട് ഈക്വൽ ടു 1, ബി വന്നിട്ട് ലെസ് ദാൻ 1, സി വന്നിട്ട് ഗ്രേറ്റർ ദാൻ 1, ഡി വന്നിട്ട് ഓൾ ഓഫ് ദി അബവ്. ആൻസർ വന്നിട്ട് വേഗം കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ആൻസർ വന്നത് സി ആണ്, ഗ്രേറ്റർ ദാൻ 1 ആണ് COP. അടുത്തത് വന്നിട്ട് നമുക്ക് ഗിയറിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കാണാം. The value of gear is dash the velocity ratio. A വന്നിട്ട് reverse of, B വന്നിട്ട് exponent of, C വന്നിട്ട് equal to, D വന്നിട്ട് sum of. ആൻസർ വന്നിട്ട് വേഗം കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ആൻസർ വന്നിട്ട് എ ആണ്. എ എന്താ, റിവേഴ്സ് ഓഫ് ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് an ideal pulley is used to. എ വന്നിട്ട് a frequent stoppage of motion, B വന്നിട്ട് to maintain requesting tension in the belt, C വന്നിട്ട് to change the direction of the motion, D വന്നിട്ട് to run during non-load period. ഇതിന്റെ ആൻസർ വന്നിട്ട് വേഗം കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ആൻസർ പറയാം. ബി ആണ് ആൻസർ, ടു മെയിൻറ്റെയിൻ റിക്വസ്റ്റീവ് ടെൻഷൻ ഇൻ ദ ബെൽറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ദ സ്റ്റാൻഡേർഡ് പ്രഷർ ആംഗിൾ ഓഫ് സ്പാർക്ക് ഗിയർ ഈസ്. എ വന്നിട്ട് 1.25 ഡിഗ്രി, ബി വന്നിട്ട് 8 ഡിഗ്രി, സി വന്നിട്ട് 14.5 ഡിഗ്രി, ഡി വന്നിട്ട് 35 ഡിഗ്രി. 5 സെക്കൻഡ്സിൽ ആൻസർ ചെയ്യുക. വേഗം ആൻസർ ചെയ്യണം കേട്ടോ. ഓക്കെ, പറയാം. 14.5 ഡിഗ്രിയാണ് സ്റ്റാൻഡേർഡ് പ്രഷർ ആംഗിൾ ഓഫ് സ്പാർക്ക് ഗിയർ. ഫോർത്ത് ക്വസ്റ്റ്യനിൽ മീറ്റർ ഗിയേഴ്സ് ആർ. എ വന്നിട്ട് ഹാവിംഗ് ഡിഫറെന്റ് മോഡ്യൂൾസ്, ബി വന്നിട്ട് ഹാവിംഗ് സെയിം പിച്ച്, സി വന്നിട്ട് സ്പാർക്ക് ഗിയർ ഓഫ് ഈക്വൽ ഡയമീറ്റർ, ഡി വന്നിട്ട് ബിവൽ ഗിയർ ഓഫ് സെയിം നമ്പർ ഓഫ് ടീത്ത്. ഓക്കെ, ആൻസർ വന്ന് 5 സെക്കൻഡ്സിൽ കമന്റ് സെക്ഷനിൽ ഇടുക. ഡി ആണ് ആൻസർ, ബിവൽ ഗിയർ ഓഫ് സെയിം നമ്പർ ഓഫ് ടീത്ത്. രണ്ട് ബിവൽ ഗിയറിൽ സെയിം സൈസ് ആയിരിക്കും, അതുപോലെ തന്നെ സെയിം നമ്പർ ഓഫ് ടീത്തും ആയിരിക്കും. അതിന് പറയുന്നതാണ് മീറ്റർ ഗിയർ. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വന്നിട്ട് ഗിയേഴ്സ് യൂസ് ടു കണക്ട് പാരലൽ ആൻഡ് കോപ്ലാനർ ഷാഫ്റ്റ്. എ വന്നിട്ട് സ്പാർക്ക് ഗിയർ, ബി വന്നിട്ട് ബിവൽ ഗിയർ, സി വന്നിട്ട് സ്പൈറൽ ഗിയർ, ഡി വന്നിട്ട് നൺ ഓഫ് ദീസ്. ആൻസർ വന്ന് 5 സെക്കൻഡിൽ കമന്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. ഓക്കെ, ആൻസർ വന്ന് സ്പാർക്ക് ഗിയർ ആണ് ആൻസർ. സിക്സ്ത് ക്വസ്റ്റ്യൻ വന്നിട്ട് എ റാക്ക് ഈസ് എ ഗിയർ ഹാവിംഗ്.
എ വന്നിട്ട് ഇൻഫൈനൈറ്റ് പിച്ച്, ബി വന്നിട്ട് ഇൻഫൈനൈറ്റ് മോഡ്യൂൾ, സി വന്നിട്ട് ഇൻഫൈനൈറ്റ് ഡയമീറ്റർ, ഡി വന്നിട്ട് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടീത്ത്. 5 സെക്കൻഡ്സിൽ കമന്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ആൻസർ അറിയത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ പഠിക്കുകയല്ലേ, ആൻസർ ചെയ്തെന്ന് പറഞ്ഞാൽ ഒന്നും വരാനൊന്നും പോകുന്നില്ല. ഓക്കെ ഓക്കെ ആൻസർ വന്നിട്ട് സി, ഇൻഫൈനൈറ്റ് ഡയമീറ്റർ. ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ്. ഒരു റാക്ക് പിന്നൻ അറേഞ്ച്മെന്റിൽ വന്നിട്ട് പിന്നൻ വന്നിട്ട് സർക്കുലർ മോഷൻ ആയിരിക്കും. അത് വന്നിട്ട് റാക്കിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് ലീനിയർ മോഷനായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഈ റാക്കിന് വന്നിട്ട് ഇപ്പം പിക്ചർ കാണിച്ചു തരാം. ഇപ്പൊ റൗണ്ട് ആയിട്ടിരിക്കുന്ന ഗിയർ ഉണ്ടല്ലോ, അതിന് പറയുന്നത് പിന്നൺ ഗിയർ. ഓക്കെ, റാക്ക് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഗിയർ ഉണ്ടല്ലോ, നേരെ പോകുന്ന ഗിയർ, അതാണ് വന്നിട്ട് റാക്ക്. ഓക്കെ, അതിന് വന്നിട്ട് ഇൻഫൈനൈറ്റ് ഡയമീറ്റർ ആയിരിക്കും. ഓക്കെ, ആ ഒരു സ്ട്രെയിറ്റ് ഗിയറിൽ കൂടെ ആയിരിക്കും പിന്നൺ ഗിയർ റോൾ ചെയ്യുന്നത്. Which gear is recommended for a speed of 45:1? A വന്നിട്ട് ബിവൽ ഗിയർ, ബി വന്നിട്ട് സ്പർ ഗിയർ, സി വന്നിട്ട് ഹെലിക്കൽ ഗിയർ, ഡി വന്നിട്ട് വേം ഗിയർ. ഓക്കെ, അപ്പോൾ 5 സെക്കൻഡ്സിൽ ആൻസർ ചെയ്യുക. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ആൻസർ വന്നിട്ട് വേം ഗിയർ ആണ്. വേം ഗിയർ എന്ന് പറഞ്ഞാൽ ഒരു വേമും ഒരു വീലും അറേഞ്ച്മെന്റ് ആയിരിക്കും. അത് വന്നിട്ട് രണ്ട് പെർപെൻഡിക്കുലർ ഷാഫ്റ്റ് വന്ന് പെർപെൻഡിക്കുലർ ആയിരിക്കും. വേമിൻ്റെയും പിന്നെ വീലിൻ്റെയും ഷാഫ്റ്റ്സ് വന്ന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇത് വന്നിട്ട് ഒരുപാട് സ്പീഡ് റിഡക്ഷന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് വേം ഗിയർ. നമ്മുടെ സാധാരണ നേരത്തെ നോക്കിയില്ലേ റാക്ക് ആൻഡ് പിന്നൻ ഗിയർ, അതുപോലത്തെ ഗിയർ തന്നെയാണ്. പക്ഷെ ഇതിൽ വന്നിട്ട് ചെറിയ ഗിയർ ആയിരിക്കും. ഓക്കെ, പിന്നെ അത് റൊട്ടേഷനും കാണും. വേമിൽ വന്ന് റൊട്ടേഷൻ ആയിരിക്കും. ഓക്കെ, ഇത് വന്നിട്ട് ഒരുപാട് സ്പീഡ് റിഡക്ഷന് വേണ്ടിയിട്ട് ഈ ഗിയർ യൂസ് ചെയ്യും. Ninth question വന്നിട്ട് സർക്കുലർ പിച്ച് ഈസ് ഈക്വൽ ടു ഡാഷ് ഇൻറ്റു മോഡ്യൂൾ. എ വന്നിട്ട് 1, ബി വന്നിട്ട് 2, സി വന്നിട്ട് 0.5, ഡി വന്നിട്ട് പൈ. 5 സെക്കൻഡ്സിൽ ആൻസർ ചെയ്യുക. ഓക്കെ, ആൻസർ വന്നിട്ട് ഡി ആണ്, പൈ ആണ് ആൻസർ. ഓക്കെ, എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി വന്നിട്ട് പിച്ച് ഡയമീറ്ററും ടി വന്നിട്ട് നമ്പർ ഓഫ് ടീത്തും ആണ്. ഓക്കെ, അപ്പോൾ ഒരു മോഡ്യൂൾ വന്നിട്ട് ഡയമീറ്റർ ഓഫ് പിച്ച് ഡയമീറ്റർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടീത്ത്. ഓക്കെ, സർക്കുലർ പിച്ചിന് വന്നിട്ട് പൈ ഇൻറ്റു ഡി ബൈ ടി ആണ് വരുന്നത്. ഓക്കെ, സർക്കുലർ ആയതുകൊണ്ട് പൈ ഇൻറ്റു ഡി ബൈ ടി. ഹെൻസ് സർക്കുലർ പിച്ച് എന്തായിരിക്കും? പൈ ഇൻറ്റു മോഡ്യൂൾ. കാരണം മോഡ്യൂൾ വന്നിട്ട് ഡി ബൈ ടി അല്ലേ, അപ്പോൾ പൈ ഇൻറ്റു മോഡ്യൂൾ. അതാണ് വന്നിട്ട് സർക്കുലർ പിച്ച് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു മോഡ്യൂളിന് 9th ആൻസർ വരുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മോഡ്യൂൾ ഓഫ് എ ഗിയർ ഈസ് ദ റേഷ്യോ ഓഫ് എ വന്നിട്ട് പിച്ച് റേഡിയസ് ടു നമ്പർ ഓഫ് ടീത്ത്, ബി വന്നിട്ട് നമ്പർ ഓഫ് ടീത്ത് ടു പിച്ച് ഡയർ ടു നമ്പർ ഓഫ് ടീത്ത്, ഡി വന്നിട്ട് റെസിപ്രോക്കൽ ഓഫ് പിച്ച് ഡയർ. ലാസ്റ്റ് ടൈം നമ്മൾ നോക്കിയില്ല ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ തന്നെ ഇതിൽ തന്നെ ഉണ്ട്. നിങ്ങൾ നോക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കും. 5 സെക്കൻഡ്സ് കണ്ടുപിടിക്കണേ. ഓക്കെ, ആൻസർ വന്നിട്ട് പിച്ച് ഡയർ ടു നമ്പർ ഓഫ് ടീത്ത്. ഒരു മോഡ്യൂൾ വന്നിട്ട് പിച്ച് ഡയർ ടു നമ്പർ ഓഫ് ടീത്ത് ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ രണ്ട് മെഷീൻ ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ
ഒരു ഗിയറിനകത്ത് വേറെ ഒരു ഗിയർ കയറിയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അത് രണ്ടെണ്ണം മെഷ് ചെയ്തിട്ടായിരിക്കും വെളിയിലോട്ട് വരുന്നത്. അപ്പോൾ ആ 2 ഗിയേഴ്സ് സെയിം മോഡ്യൂളായിട്ടിരിക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ മോഡ്യൂൾ വന്നിട്ട് M1 ഈക്വൽ ടു M2. അതിൻ്റെ ഫസ്റ്റ് മോഡ്യൂൾ M1, രണ്ടാമത്തെ ഗിയറിൻ്റെ മോഡ്യൂൾ M2. ഇതെങ്ങനെയായിരിക്കും? D1/T1 ഈക്വൽ ടു D2/T2. ഓക്കെ, D1/D2 ഈക്വൽ ടു T1/T2. നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ റെക്കമെൻഡഡ് സീരീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 1.25, 1.5, 2, 3, 4, 5, 6, 7 ഇല്ല, 8, 9 ഇല്ല, 10, 11 ഇല്ല, 12, 13, 14, 15 ഇല്ല, 16, 17, 18, 19 ഇല്ല, 20, 21, 22, 23 ഇല്ല, 24 ഇല്ല, 25, 32, പിന്നെ 40 and 50. ഓക്കെ, ഇത് നല്ലോണം ഓർത്ത് വയ്ക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൽ നിന്നും ഇമ്പോർട്ടൻറ്റ് പവർ പ്ലാന്റ്സിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. Thank you and all the best for your exams.